Hi friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് 22 ഓഗസ്റ്റിന്. അപ്പോൾ നിങ്ങളുമായിട്ടൊരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഒരു ചെറിയൊരു സർപ്രൈസ് സമ്മാനങ്ങളൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഒരുക്കാൻ പോകണുള്ളൂ, ഒരുക്കിയിട്ടില്ല. അപ്പോൾ അത് വൈഫ് അറിയാണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം തന്നെ ഞാൻ ഇപ്പോൾ വീഡിയോ ഇൻട്രോ ചെയ്യുന്നത് തന്നെ വൈഫിനെ കടയിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ട്. ബാക്കി 3 പേര് താഴെ ഇരുന്ന് TV കാണാണ്. അപ്പോൾ അവരും ഒരാൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം മൂത്തവന് കുറച്ച് ഐഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് അവന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ അവരെ TV വെച്ച് കൊടുത്തുകൊണ്ട് മേളിൽ വന്നിരുന്ന് ഇൻട്രോ ചെയ്യാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ക്യാമറ നമുക്ക് എടുക്കാൻ പറ്റില്ല. ക്യാമറ ആള് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാവും എന്തോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആൾ എടുത്തേക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സൂത്രത്തിയുടെ ആളെ ഒഴിവാക്കിയത്. ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ആഗ്രഹിച്ച കുറച്ച് സമ്മാനങ്ങളാണ്. എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ അറിയാലോ, ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ അത് തന്നെയാണ് ഞാനത് സർപ്രൈസായിട്ട് ഒരുക്കിയേക്കുന്നത്. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ യൂട്യൂബ് ഫാമിലി ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ സാധാരണ എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഓരോ ഗിഫ്റ്റുകൾ ഞാൻ സാധാരണ കൊടുക്കണം. ബർത്ത്ഡേക്കൊന്നും അങ്ങനെ ചെയ്യാറില്ല. എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും സാധാരണ ആൾക്കൊരു ചെറിയ സമ്മാനമായാലും ചെറിയ കാർഡ് പോയാലും നമ്മൾ എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ ഈ വെഡിങ് ആനിവേഴ്സറി കുറച്ചും കൂടി നമ്മൾ ഒന്ന് കൊഴിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ആ ഡേറ്റ് കാണാം, 22 ഓഗസ്റ്റ്. Lion. Come, let's go this way. അത് പിള്ളേർക്ക് ഗിഫ്റ്റ് കാർഡ്. ലെറ്ററല്ല, അത് നോക്ക് എന്താന്ന്. എന്നിട്ടാ അത് നിന്റെ ഫേവറേറ്റ് കാറിന്റെ ബില്ലോ സെയിലാ ജീനു.
Mom and Dad can't hear us. മൈക്കാണ് കേട്ടോ, നമ്മുടെ വീഡിയോയ്ക്ക് ഒരു മൈക്കാണ്. ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആണ്. ജോമിച്ചാണ്ടും സ്മിതയും ഫാമിലിയാണ്, അനിയനും സ്മിതയുടെ അനിയൻ. ഇവര് നമുക്കൊരു സർപ്രൈസ് തന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെഡിങ് ആനിവേഴ്സറിയുടെ രാത്രി ആയപ്പോഴേക്കും അവർ എല്ലാവരും കൂടി എത്തി. അപ്പോൾ ജോമിച്ചാണ്ടിന് വളരെ താങ്ക്സ്. Happy anniversary, Mom and Dad. Thank you. Happy birthday! That's good. It's working. It's working. You can look up the rest of your photos. That's all. Huh? That's all. But there's more. Have a happy anniversary to the best mom and dad in the world. Thank you. എനിക്ക് വണ്ടിനെ കുറിച്ചൊരു വലിയ റിവ്യൂ ഒന്നും പറയാനറിയില്ല കേട്ടോ. നമ്മൾ അവർ പറഞ്ഞുള്ള അറിവുള്ളൂ. ഇപ്പം ഇതിൻ്റെ മെയിൻ എന്താ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ആപ്പ് നല്ലതാണ്. കാരണം നമുക്ക് സ്റ്റാർട്ടിങ്ങും ഓഫും എല്ലാം നമുക്ക് മൊബൈലിൽ തന്നെ ചെയ്യാം. അതൊരു ബെനിഫിറ്റാണ്. പിന്നെ സേഫ്റ്റി സെൻസ് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണ്. 2020 അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 2.0 ആണ്. പിന്നെ 12.3 ഇഞ്ച് ടൊയോട്ട ഇൻറ്റ്യൂൺ 3.0 ഡിസ്പ്ലേ ആണ്. അത് കുറച്ച് വലിപ്പം തോന്നുന്നു നമുക്ക്. പിന്നെ 20 ഇഞ്ച് പ്ലാറ്റിനം അലോയ് വീൽസ് വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു പ്ലാറ്റിനം ട്രിമ്മിലാണ് വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ എന്താ വരുന്നത്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, അത് കുറച്ച് ബെനിഫിറ്റാണ്. പിന്നെ ഹീറ്റഡ് സെക്കൻഡ് റോ സീറ്റ്സ് ഉണ്ട്. അത് നമുക്ക് ഈ മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു നല്ലതാണ്. പിന്നെ 360 ഡിഗ്രി ബേർഡ്സ് ഐ ക്യാമറ, 1200 വാട്ട് JBLസിൻ്റെ സൗണ്ട് സിസ്റ്റം, പനോരമിക് മൂൺ റൂഫ്, അത് കുറച്ച് നല്ലതാണ്. പിള്ളേർക്കൊക്കെ മുകളിലേക്കൊക്കെ നോക്കിയിരിക്കാം. അങ്ങനെയൊക്കെ ബെനിഫിറ്റ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ റിവ്യൂ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും നല്ല അറിയാവുന്നവരെ കൊണ്ട് നമുക്ക് ഒരു റിവ്യൂ വേണമെങ്കിൽ ചെയ്യിച്ചിടാം കേട്ടോ. ഞങ്ങളിപ്പോൾ ഒന്ന് വണ്ടി വെഞ്ചിരിക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ സ്വന്തം പള്ളിയിൽ ജോസഫ് അച്ഛനാണ് ഇപ്പോൾ വണ്ടി വെഞ്ചിരിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് അവിടെ കാണാം.